പോകണത് ഇടുക്കിയിൽ നിന്നാണ്. ഇടുക്കി പൈനാവിൽ 2 വീടുകൾക്ക് തീയിട്ടു എന്നുള്ളതാണ്. കൊച്ചുമലയിൽ അന്നക്കുട്ടിയുടെയും മകൻ ജിൻസിന്റെയും വീടാണ് കത്തിച്ചത്. അന്നക്കുട്ടിയും ചെറുമകളെയും മരുമകൻ പെട്രോൾ ഒഴിച്ച് നേരത്തെ തീവച്ചിരുന്നു. ഇവർ രണ്ടുപേരും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇതിനിടയിലാണ് ഈ സംഭവം ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. സ്റ്റാലിൻ, ഈ മരുമകൻ തന്നെയാണ് അല്ലേ ഇത് ചെയ്തതെന്നല്ലേ പോലീസിന്റെ നിഗമനം? രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ് പോലീസിന്റെ ഒരു നിഗമനം. പക്ഷേ എങ്കിലും അത്തരത്തിലൊരു സ്ഥിരീകരണത്തിന് ഇനിയും സമയമെടുക്കും. കാരണം ഈ മരുമകനെ ഇവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അന്ന് കഴിഞ്ഞ 6-ാം തീയതി വ്യാഴാഴ്ചയാണ് ആദ്യത്തെ ഈ സംഭവം നടക്കുന്നത്. അന്നക്കുട്ടിയെയും അതുപോലെ തന്നെ ചെറുമകളെയും പെട്രോൾ ഒഴിച്ച് തീയിട്ട ശേഷം ഇയാൾ അവിടുന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നുള്ളതായിരുന്നു പോലീസിന്റെ വിവരം. അതനുസരിച്ച് ഇടുക്കി പോലീസ് ഒരു 5 ദിവസക്കാലം തമിഴ്നാട്ടിൽ പോയി അന്വേഷണം നടത്തുകയും ചെയ്തു. എന്നാൽ ആരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിനെതിരെ നാട്ടുകാരും വലിയ പ്രകോപിതരായിരുന്നു. ഈ സമയത്താണ് ഇന്നലെ രാത്രി, പ്രത്യേകിച്ച് പുലർച്ചെ 4 മണിയോടെ അന്നക്കുട്ടി താമസിച്ചിരുന്ന വീടും അതുപോലെ തന്നെ ഇളയ മകൻ ലിൻസിന്റെ വാടക വീട്ടിലുമാണ് ഇന്നിപ്പോൾ അഗ്നിക്കിരയായിരിക്കുന്നത്. ഏതായാലും പുലർച്ചെ 5 മണിയോട് കൂടി ആ പ്രദേശത്ത് നിന്നൊരു മറ്റ് വേസ്റ്റുകളൊക്കെ എടുത്ത് നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരാൾ ഉണ്ട്. അദ്ദേഹം ഇവിടുന്ന് പോകാൻ പറഞ്ഞ സമയത്ത് ഈ വീടിന്റെ ഭാഗത്തെത്തിയപ്പോഴാണ് തീ പടർന്നതായി കാണുന്നത്. ഉടൻ തന്നെ നാട്ടുകാരെ അറിയിച്ച് നാട്ടുകാർ ചേർന്ന് പോലീസിനെയും ഫയർഫോഴ്സിനെ അറിയിക്കായിരുന്നു. എന്തായാലും ഒരു വീടിന്റെ കാര്യമായ ക്ഷതമേറ്റില്ല. എന്നാൽ ഈ ലിൻസ് എന്ന് പറയുന്ന മകൻ താമസിക്കുന്ന 2ാമത്തെ വീടിന്റെ വാടക വീടിന്റെ ഈ ഒരു മുറി ഉൾപ്പെടെ അതിനകത്ത് 3/4 ഭാഗം കത്തി നശിച്ചു. ഏതായാലും ഇയാളെ തന്നെയാണ് പോലീസും നാട്ടുകാരും ഒക്കെ സംശയിക്കുന്നത്. എന്നാൽ ഇയാൾ അവിടെ വന്നു ചാടാനുള്ള ഒരു സാഹചര്യവും വളരെ കുറവാണ്. നാട്ടുകാരെല്ലാം പ്രകോപിതരാണെന്ന് നമുക്കറിയാം. എന്തെങ്കിലും ഇയാളെ കണ്ടുകിട്ടിയാൽ നാട്ടുകാർ തന്നെ പിടികൂടുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത്ര എളുപ്പമല്ല ഇയാൾക്ക് അവിടെ വരാൻ. എങ്കിലും ഇയാൾ തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. ഏതായാലും പോലീസും ഫയർഫോഴ്സും എല്ലാം ചേർന്ന് തീ കെടുത്തി. പിന്നെ ഈ 2 വീടുകളിലും ആളുകൾ താമസമില്ലായിരുന്നു. അത് വലിയ സാക്ഷ്യമായി പോയി. കാരണം ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ അന്നക്കുട്ടി ചികിത്സയിൽ കഴിയുന്നതുകൊണ്ട് മക്കൾ എല്ലാവരും അവിടെ തന്നെയായിരുന്നു. അതുകൊണ്ട് മറ്റ് ആളപായങ്ങൾക്കും ഇടയായില്ല. രഞ്ജിത്ത്, ഈ നേരത്തെ ഈ സംഭവത്തെ കുറിച്ചുകൂടി ഒന്ന് പറയാമോ സ്റ്റാലിൻ? ഇവർ രണ്ടുപേരെയും ഈ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി, പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സംഭവം എങ്ങനെയായിരുന്നു? അതിനുള്ള പ്രകോപനം എന്തായിരുന്നു? ഇവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? രഞ്ജിത്തെ, ആദ്യം തന്നെ ആരോഗ്യനിലയെ കുറിച്ച് പറയാം. അതായത് ഈ അന്നക്കുട്ടി ഈ എന്ന് പറയുന്ന വയോധികയ്ക്ക് കാര്യമായി പൊള്ളലേറ്റിരുന്നു. എന്നാൽ പൊള്ളലിനേക്കാൾ ഉപരിയായി അപ്പോൾ അവിടെ തീപിടുത്തം ഉണ്ടായപ്പോൾ വിഷവായു ശ്വസിച്ചതിന്റെ ഫലമായിട്ട് ആണ് ഇപ്പൊ കൂടുതൽ ഇത് ഗുരുതരാവസ്ഥ തുടരുന്നത്. എന്തായാലും അവര് എപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ മുമ്പിലത്തെ വ്യാഴാഴ്ച, അത് 6-ാം തീയതിയാണ് ഈ സംഭവം. അന്ന് മുതൽ ഇപ്പോഴും തീവ്ര പരിചരണ വിഭാഗത്തിൽ തന്നെ കോട്ടയത്തെ തുടരുകയാണ്. അന്ന് ഈ 6-ാം തീയതി ഉച്ചയ്ക്ക് 3:30-ക്ക് ശേഷം ആണ് ഈ മരുമകൻ നിരപ്പൽ സന്തോഷ് എന്ന് പറയുന്ന മരുമകൻ അവിടെ എത്തുന്നത്. കയ്യിൽ കരുതുന്ന പെട്രോളുമായിട്ട് അകത്ത് കയറി. ഇവർ വാടക വീട്ടിലായിരുന്നു. ഈ അന്നക്കുട്ടിയും ഇളയ മകനും ഒരു വാടക വീട്ടിലാണ്. ആ വീട്ടിലേക്കാണ് കയറി വന്നത്. ഏകദേശം 3:30 മണി സമയത്താണ്. ഈ സമയത്ത് ഈ ലിൻസ് എന്ന് പറയുന്ന ഇളയ മകന്റെ കുട്ടി, 2 വയസ്സുള്ള ദിയ എന്ന് പറയുന്ന കുട്ടി ഈ അന്നക്കുട്ടിയുടെ മടിയിലിരിക്കുന്ന സമയത്താണ് കയറി ചെന്ന് മറ്റു യാതൊരു പ്രകോപനമില്ലാതെ നേരെ ചെന്ന് പെട്രോൾ ഒഴിച്ചിട്ട് തീ വെച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അന്ന് നാട്ടുകാരോട് കൂടി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഇവർക്ക് വലിയ തോതിൽ പൊള്ളലേറ്റു. മറ്റ് ഏറെ ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടായി. അതോടൊപ്പം തന്നെ ഈ കുട്ടിക്കും പരിക്കേറ്റിരുന്നു. അപ്പോൾ അതിനുശേഷം ഇവരെ കോട്ടയം വീടുകളിലേക്ക് മാറ്റുകയും ചെയ്തു. അതുമുതൽ ആ വീട്ടിൽ ഇപ്പോൾ നിലവിൽ താമസിക്കുന്നു. ഈ മരുമകൻ ഇടപ്പേൽ സന്തോഷ് എന്ന് പറയുന്ന ആളുടെ 2ാമത്തെ ഭാര്യയാണ് ഈ അന്നക്കുട്ടിയുടെ മകള്. അവര് പ്രിൻസി എന്നാണ് പേര്. പ്രിൻസി വിദേശത്താണ് ജോലി ചെയ്യുന്നത്. പ്രിൻസിയുമായിട്ടുള്ള തർക്കങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഒക്കെയാണ് ഇതിന്റെ പിന്നിലേക്ക്, ഈ സംഭവത്തിന് പിന്നിലെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാമ്പത്തിക സഹായം, പ്രത്യേകിച്ചും പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ എപ്പോഴും തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ മാതാവിനും മറ്റ് കുട്ടിക്കുമൊക്കെ ആദ്യത്തെ വിവാഹത്തിലുള്ള ഒരു കുട്ടിയുണ്ട് പ്രിൻസിക്ക്. അവരെ നോക്കുന്നതും ഈ അന്നക്കുട്ടി തന്നെയാണ്. അപ്പം അവർക്കൊക്കെ പണം കൊടുക്കുമ്പോഴും ഇയാൾക്ക് കാര്യമായി പണം കൊടുക്കുന്നില്ല എന്നുള്ള വലിയ ആക്ഷേപം അവിടെ ഇയാൾക്കുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് ഇവർ തമ്മിലുള്ള വാക്കുതർക്കങ്ങളൊക്കെ ഫോണിൽ കൂടിയൊക്കെ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു വൈരാഗ്യത്തിലാണ് അന്നക്കുട്ടിക്ക് പണം കൊടുക്കുന്നു, മാതാവിന് പണം കൊടുക്കുന്നു എന്നുള്ള ആ ഒരു വൈരാഗ്യം കൂടിയാണ് ഇത്തരം പ്രശ്നത്തിലേക്ക് നയിച്ചത് എന്നൊക്കെയാണ് നമുക്ക് പോലീസിൽ നിന്നും അതുപോലെ തന്നെ നമുക്ക്
പ്രാദേശികമായി നാട്ടുകാരിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ. ശരി, ഇതാണ് ഇടുക്കിയിലാണ് ഈ സംഭവം ഉണ്ടായത്. മരുമകൻ തീയിട്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോലീസും അടക്കം വിശ്വസിക്കുന്നത്. എന്നാൽ ഇയാൾ ഒളിവിലാണ്. ഇയാൾക്കായുള്ള അന്വേഷണം ഇപ്പോൾ തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.